മുണ്ടക്കൈ ചൂരൽമല ദുരന്ത നിവാരണത്തിന് കേന്ദ്ര സഹായം നൽകിയില്ല എന്ന കേരള എംപിമാരുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുന്നു. ദുരന്തമുണ്ടായ ഉടൻ NDRF ഫണ്ടിൽ നിന്ന് 215 കോടി രൂപ അയച്ചു. 50,000 ചോദിച്ചു, 5,000 കിട്ടിയുള്ളൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല. 50 പൈസ പോലും വെട്ടിക്കുറയ്ക്കില്ല. ചട്ടങ്ങൾക്കനുസരിച്ചാണ് കേന്ദ്രം പണം നൽകുന്നത് എന്നും അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, സഭയിൽ തന്നെയാണോ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്? എന്തായിരുന്നു സാഹചര്യം? ഏത് രീതിയിലാണ് ഈ കേന്ദ്ര സഹായം നൽകി എന്നതിനെ ന്യായീകരിച്ചും വിശദീകരിച്ചും ആഭ്യന്തരമന്ത്രി സംസാരിച്ചത്? പ്രജിൻ, ദേശീയ ദുരന്ത നിവാരണ നിയമ ഭേദഗതി ബില്ലിൻ്റെ ചർച്ചകൾക്കിടെയാണ് കേരളത്തിൽ നിന്നും ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾ വയനാട് ദുരന്തത്തിന് കേന്ദ്ര സഹായം നൽകിയില്ല എന്ന ശക്തമായ വിമർശനം ഉന്നയിച്ചത്. ഈ വിമർശനങ്ങൾക്ക് ഉള്ള മറുപടിയായാണ് ഈ ചർച്ചയ്ക്ക് മറുപടി പറയുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെ വയനാട് വിഷയം പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിന് മറുപടി പറഞ്ഞത്. ദുരന്തമുണ്ടായ ഉടൻ തന്നെ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 215 കോടി രൂപ അയച്ചു. കൂടാതെ മന്ത്രിതല സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 153 കോടി രൂപ സഹായം കേരളത്തിന് നൽകി. അവശിഷ്ടങ്ങൾ മാറ്റാനായി 36 കോടി രൂപ കേരളത്തിന് അനുവദിച്ചെങ്കിലും ആ പണം ഇതുവരെയും വിനിയോഗിച്ചിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി ഈ മറുപടിക്കിടെ വിമർശനം ഉന്നയിച്ചത്. കൂടാതെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കേരളം 2,219 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 530 കോടി രൂപ നൽകി. അധിക സഹായത്തിനുള്ള സാധ്യതകൾ, മാർഗങ്ങൾ ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ് എന്നും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആ പണം സഹായം നൽകും എന്നുമാണ് ആഭ്യന്തരമന്ത്രി മറുപടി പറഞ്ഞത്. മറ്റ് 50,000 ചോദിച്ചു, 5,000 കിട്ടിയുള്ളൂ എന്നുള്ള ആക്ഷേപങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പൊതുവെ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കായുള്ള മറുപടിയായാണ് പറഞ്ഞത്. എങ്കിൽ വയനാട് ചട്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ സഹായം നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്.